ഹോളിഡേക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയാലോ എന്നൊരു ആലോചന വന്നു. അങ്ങനെ 1000 തവണ ആലോചിച്ച് അവസാനം ചെന്ന് എത്തിയത് റാസൽ ഖൈമ വൈൽഡ് ലൈഫ് പാർക്കിലാണ്. സത്യത്തിൽ പോകാൻ എനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം പണ്ട് മുതലേ ക്യാപ്റ്റിവിറ്റിയിൽ ആനിമൽസിനെ കാണുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കാട്ടിലെ രാജാവായി വിലസി നടന്ന സിംഹവും ഒക്കെ കടുവയൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഒരു കൂട്ടിൽ ഇങ്ങനെ അടച്ചിട്ട് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ പുറത്തെവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണത്. കാരണം കുട്ടികൾക്ക് ഉറപ്പായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവർക്ക് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ അധികം ചാർജസ് ഒന്നുമില്ല അതിന്. അതുമാത്രമല്ല, ടിക്കറ്റ് ചാർജസ് വരുന്നത് 25 ദിർഹമാണ് ഒരു അഡൾട്ടിന് വരുന്നത്. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഹാഫ് പ്രൈസ് എന്തോ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഒരു ദിവസം ഒന്ന് ചില്ലാവാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതൊരു ഫുൾ ഡേ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ആനിമൽസ് മാത്രമല്ല, ബേർഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ കൊച്ചിലെയൊക്കെ ഈ സ്റ്റോറീസിലും ബുക്സിലും ഒക്കെ കണ്ടിട്ടുള്ള വൈൽഡ് ആനിമൽസ് ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജീവനോടെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സെയിം തന്നെയാണ് കുട്ടികളുടെയും അവസ്ഥ. അപ്പോൾ അവർക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ പോയ ദിവസം ആക്ച്വലി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫാമിലീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും അഡൾട്ടുകളായതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നമുക്ക് കുട്ടികളുടെ അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇത്.